PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. അതിന് നമ്മൾ 2 കോഡ്സിനെ കുറിച്ചുള്ള തിയറിയാണ് പഠിച്ചത് കേട്ടോ. 2 കോഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു സർക്കിളില് ആദ്യത്തെ നമ്മൾ ഡയമീറ്റേഴ്സ് പറഞ്ഞു. അത് നമ്മൾ എല്ലാ ഇതിലും ഈക്വൽ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു ഒരു കോഡ് അല്ലെ. ഇങ്ങനെ ഒരു കോഡ് 2 കോഡ്സ് വരയ്ക്കുകയാണെങ്കിൽ എ ബിയും സി ഡിയും ഇത് നമ്മൾ ഏതാ ഫോർമുല പറഞ്ഞത്? ഇവിടെ നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് എഴുതി ഉണ്ടാക്കിയിരുന്നു ഈ ആംഗിൾസ് അല്ലെ. ഇവിടെ ഈ ആംഗിള് നമ്മൾ ഈക്വൽ ആക്കി 2 ട്രയാങ്കിൾസ് ഈക്വൽ ആക്കി നമ്മൾ ഒരു തിയറിയിലേക്ക് എത്തിയിരുന്നു. എന്താണ്? എ പി ഇൻറ്റു പി എ പി ഇൻറ്റു പി ബി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പി ഡി ഇൻറ്റു പി സി ആണെന്ന് അല്ലെ. പി ഡി ഇൻറ്റു പി സി ആണ്. എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ് നമ്മള് ഫോർമുല. അത് എങ്ങനെ ഇന്റർസെക്ട് ചെയ്താലും കേട്ടോ ഇത് തന്നെയാണ് ഫോർമുല വരുന്നത്. അതേ തിയറി തന്നെയാണ് നമ്മള് അടുത്തത് പറയാണ്. നോക്കി, ഇനി ഒരു സർക്കിൾ. ഈ ഒരു സർക്കിളില് ഇതൊരു ഡയമീറ്റർ ആണ് കേട്ടോ. ഇതൊരു ഡയമീറ്റർ. ഇവിടെയാണ് നമ്മളൊരു കോഡ്. ഇത് ഡയമീറ്റർ അല്ല, ഇവിടെയാണ് സർക്കിൾ. ഇതിങ്ങോട്ട് നീക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇതിങ്ങോട്ട് നീക്കി വരച്ചിട്ടുണ്ട്. ഇത് സർക്കിളില് ഇവിടെയാണ് ഡയമീറ്റർ. ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചിരുന്നു. അപ്പൊ ഇവിടെ 2 കോഡ്സ് എ ബി, ഇവിടെ സി ഡി കൊടുക്കണം. ഇതിനെ നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തിയറി 2 ഒരുമിച്ച് പിന്നെ എഴുതാം കേട്ടോ. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലും 2 ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഇതിൽ ചെയ്യാം. നോക്കിയേ, ഇതിങ്ങോട്ട് യോജിപ്പിച്ചൂടെ? അതേപോലെ ഇതിങ്ങോട്ട് യോജിപ്പിക്കാം. ഒന്നിലേക്ക് ഇവിടെ യോജിപ്പിച്ചിട്ട് ഇതിങ്ങനെ യോജിപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ. എങ്ങനെയായാലും നമുക്ക് 2 ട്രയാങ്കിൾസ് ആയി. ഇപ്പോ ഏതാണ് ആർക്ക് നോക്കിയേ. ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ എ ഡി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് നോക്കുക. ഈ എ ഡി നിന്ന് ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ഈ ആംഗിളും എ ഡിയിൽ നിന്ന് പോയിരിക്കുന്ന ഈ ആംഗിളും ഈക്വൽ അല്ലേ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്. ഈ ചാപത്തിന് കേട്ടോ, എ ഡി എന്ന് പറയുന്ന ചാപത്തിന് വരുന്നത്. അടുത്തത് നമ്മൾ ഇവിടെയാണ് ബി സി. ബി സിയിൽ നിന്ന് പോയിരിക്കുന്നത് ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഈ ബി സിയിൽ നിന്ന് പിന്നെ ഇവിടേക്ക് ഇതാണ് കേട്ടോ. അപ്പൊ ഇത് വൈ ആണ്. ശരി. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ തന്നെ 2 ആംഗിൾസ് ഈക്വൽ ആയാൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. സോ ദീസ് 2 ട്രയാങ്കിൾസ് സിമിലർ ആയാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തുല്യ ആംഗിളിനെതിരെയുള്ള വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വൈക്ക് എതിരെയുള്ള വശം ഏതാണ്? നോക്ക്, ഇവിടെ വൈക്ക് എതിരെയുള്ള വശം ഇവിടെ ഏതാണ്? പി സി അല്ലേ. ഇവിടെ പി സി ആണ്. ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെയും വൈ തന്നെ എടുക്കണം. വൈക്ക് എതിരെയുള്ള വശം ഏതാണ്? പി ബി. പി സി ബൈ പി ബി. തുല്യ ആംഗിൾ. ഇവിടെ വൈ ആണ്. ഞാൻ വൈ കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് അത് തുല്യമാണെന്ന് ഏതാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വൈ ആണെങ്കിൽ ഈ വശം, ഇവിടെ വൈ വരുമ്പോ ഇതിനെതിരെയുള്ള ഈ വശം. ഇനി അടുത്ത എക്സിന്റെ എഴുതണം. ആദ്യം ഇവിടെ വലിയ ട്രയാങ്കിളിന്റെ ആണ് മുകളിൽ എഴുതിയത്. അതുപോലെ ഇതിലും അത് വലുതിന്റെ തന്നെ എഴുതണം. എക്സിന്റെ എഴുതണം. ഈസ് ഈക്വൽ ടു എക്സിനെതിരെയുള്ള വശം ഏതാണ്? എ പി ബൈ ഇവിടെ എക്സ്, ഇതല്ല എക്സ്. ഇതിനെതിരെയുള്ള വശം ഏതാണ്? പി ഡി. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതി നോക്കിയേ. ഇവിടെ എന്താ വരുന്നത് നോക്കിയേ? എ പി ഇൻറ്റു പി ബി. ഇതന്നെയല്ലേ സെയിം വരുന്നത് നോക്കിയേ. എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു എന്താണ്? പി സി ഇൻറ്റു പി സി ഇൻറ്റു പി ഡി. ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഏത് കോഴ്സിനെ ഡിവൈഡ് ചെയ്താലും ഇതാണ്. പക്ഷേ ഈ കേസിൽ നമുക്ക് ഈ ഫോർമുലയെ നമ്മൾ ഒന്നും കൂടി മാറ്റണം. ഇവിടെ വരെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ ചെയ്തത് തന്നെയാണ്. കാരണം എന്താണ്? 2 ഇക്വേഷൻ എ പി ഇൻറ്റു പി ബി. ഈ ഒരു കോഡിന്റെ 2 കഷ്ണങ്ങള് എ പിയും പി ബിയും ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് നമ്മൾ പി കൊടുക്കുന്നത്. എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി ഇൻറ്റു പി ഡി ആണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇവിടെ എഴുതാം. ഈ ഒരു കണക്കിൽ മാത്രം, ഇങ്ങനെ വരുമ്പോൾ മാത്രം കേട്ടോ. ഇത് ഡയമീറ്ററിനെയാണ് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എഴുതാം പി സി ഇസ് ഈക്വൽ ടു പി ഡി. കാരണം എന്താ? ഈ പി സിയും ഈ പി ഡിയും ഈക്വൽ ആണ് എന്ന്. കാരണം എന്താണ് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന്
ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. എഴുതിക്കാം. എന്താ പറയുക? കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. The perpendicular line drawn from the center to the chord, it bisects the chord. The perpendicular line drawn from the center to the chord. കോഡിലേക്ക് സെന്ററിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ, തൊണ്ണൂറിടിക്കല്ലേ, ഇതിനെ നേരെ വരച്ചാൽ ഇറ്റ് ബൈസെക്ട് ദ കോഡ്. കിട്ടിയില്ലേ? പി സി സിക്കൽ ടു പി ഡി. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പിനെ നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതാണ് കേട്ടോ. എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാൽ പി സി തന്നെയല്ലേ? അപ്പൊ പി സി ഇൻറ്റു പി സി. അതിനെ വീണ്ടും ഒന്നും കൂടി മാറ്റി എഴുതാം. പി സി ഇൻറ്റു മീൻസ് പി സി ഇൻറ്റു പി സി സിക്കൽ ടു പി സി സ്ക്വയർ. അപ്പൊ നമ്മുടെ അടുത്ത ഇക്വേഷൻ കിട്ടിയത് എന്താണ്? എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. കിട്ടിയോ? ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഇത് ഇക്വേഷൻ കിട്ടി. എ പി ഇൻറ്റു ഇത് തന്നെയാണ് ഇക്വേഷനിലൂടെ വരുന്നത്. ആൽഫബറ്റ്സ് ഒന്ന് മാറ്റുന്നത്. ഇതാണ് ഫോർമുല കേട്ടോ. എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ബി. അത് ടെക്സ്റ്റിൽ എങ്ങനെയാ വരുന്നത്? നമ്മൾ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ടെക്സ്റ്റിൽ എങ്ങനെയാ വരുന്നത്? അത് എങ്ങനെ എഴുതിയാലും ഇവിടെ പി എ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എ പി അല്ല, പി എ ഇൻറ്റു പി ബി. ടെക്സ്റ്റിലെ പോലെ തന്നെ നിങ്ങളൊന്ന് എഴുതിയാൽ മതി. നമുക്ക് എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ഇതന്നെ സെയിം സൈഡ് തന്നെയാണ്. പക്ഷെ ടെക്സ്റ്റിലെ രീതിയിൽ അതേപോലെ തന്നെ ആക്കാം. എ പി എന്ന് പറയുന്നത് പി എ എന്ന് അവർ പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ പി എ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആക്കിയിട്ട് അതിൽ പറയുന്നത് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. കിട്ടിയേ? ഈ എ പിക്ക് പകരം പി എ എന്ന് എഴുതാം. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു ഇവിടെ പി സി സ്ക്വയർ ആണ്. എ പി എന്നുള്ളടത്ത് നിങ്ങൾ എഴുതി പോയെങ്കിൽ മാറ്റണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ടെക്സ്റ്റിന്റെ പോലെ തന്നെ ആവാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അതില് രണ്ട് കോഡ്സ് ഇങ്ങനെയാണ് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ ഇതും ഇതും തുല്യമാണ്. പി സിയും പി ഡിയും ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പി സി സ്ക്വയർ ആകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നാലും കണക്ക് ചെയ്യണം, ഇത് വന്നാലും നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ അതനുസരിച്ച് നമ്മൾ ചെയ്യാം. സെയിം തന്നെയാണ്. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി ഇൻറ്റു പി ഡി ആണ്. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി സ്ക്വയർ ആണെന്ന് പറയാൻ കാരണം പി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പി സി തന്നെ ഇട്ട് കൊടുത്തു. അപ്പൊ പി സി ഇൻറ്റു പി ഡി പി സി സ്ക്വയർ കിട്ടി. മനസ്സിലായില്ലേ? ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി തിയറികൾ എഴുതി വെക്കാം കേട്ടോ. ഈ രണ്ടെണ്ണം വരച്ചു കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ തിയറി എഴുതുന്നത് എഴുതിക്കോ. If the two chords of the circle intersect within the circle, ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ് എന്ന്. രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം, ഈ കോഡിന്റെ രണ്ട് ഭാഗങ്ങൾ എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നതും ഇതിന്റെ രണ്ട് ഭാഗങ്ങള് പി ഡി ഇൻറ്റു പി സി എന്ന് പറയുന്നതും രണ്ടും തുല്യമാണ് എന്ന്. മനസ്സിലായോ? If the two chords of the circle intersect within the circle, then the product of the part of the two chords are equal. ഈ കോഴ്സിന്റെ രണ്ട് പാർട്ടുകൾ ഉണ്ടാവില്ലേ? ഇതും കൂടി ഇൻറ്റു ചെയ്യുന്നു, ഇതും കൂടി ഇൻറ്റു ചെയ്യുന്നത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വശം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടുമെന്ന്. അടുത്ത ഇതിനെ നമ്മൾ തിയറി എഴുതി വെക്കാമെന്ന്. ഈ തിയറി ഒക്കെ വെച്ച് പടം വരയ്ക്കാൻ വരുന്നത് കേട്ടോ. അടുത്ത എഴുതിക്കോ. The product of the part into which a diameter, വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാനിന്റെ പകുതിയുടെ വർഗമാണ്. ഞാനിന്റെ പകുതിയുടെ, ഞാനിതാണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ പി സി അല്ലെ? പി സി പി ഡി, അതിന്റെ പകുതി പി സി, ആ പി സിയുടെ വർഗമാണ് എന്ന്.
the product of the part into which a diameter of a circle, ഇതാണ് diameter, വ്യാസം, is cut by the perpendicular chord, ഒരു perpendicular chord ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ is equal to the square of half the chord. The square of half the chord. ഇനി ഈ എക്സാമ്പിൾ വെച്ച് രണ്ട് കണക്കൊന്ന് നമ്മൾ ചെയ്ത് നോക്കാം, എന്നിട്ട് പടവരയിലേക്ക് പോവാം കേട്ടോ. ഇത് ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു കണക്ക് ഉണ്ടാവും, പിന്നെ ഇത് വെച്ചിട്ട് ഒരു പടം വരയ്ക്കാനും ഉണ്ടാവും. ഇല്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് റെക്ടാംഗിൾ തന്നിട്ട് അത് സ്ക്വയർ ആക്കാനും സ്ക്വയറിന്റെ ഏരിയ കാണാൻ, അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ വന്നിട്ട് വേറൊരു റെക്ടാംഗിളിന്റെ ഏരിയ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചോദ്യം തന്നിരിക്കുന്നത്, ഒരു സർക്കിൾ വരയ്ക്കാം, അതില് എ ബി, ഇറ്റ്സ് നോട്ട് ഡയമീറ്റർ കേട്ടോ, എ ബി തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് സി ഡി, ഇങ്ങനെ ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ, സി ഡി, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പി ആണ്. നമുക്ക് ഇവിടെ എ പി തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ കണ്ടത്. അപ്പൊ ഏതാ കണ്ടുപിടിക്കാൻ? ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിക്കാൻ എന്ത് സിമ്പിൾ ആണെന്നറിയോ. നമുക്ക് എന്താ പറയേണ്ടത്? എ പി ഇൻറ്റു പി ബി അല്ലെ, പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി ഇൻറ്റു പി ഡി ആണ്. അത് നമുക്കറിയാം. നമ്മുടെ തിയറി ഒന്ന് എഴുതി വെച്ച് നോക്കിയേ, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു എന്താണ്? പി സി ഇൻറ്റു പി ബി ആണ്. കിട്ടിയ എല്ലാവർക്കും തിയറി? പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി സി ഇൻറ്റു പി ഡി ആണ്. ഈ തിയറിയില് നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊന്നും എഴുതാം. പി എ എത്രയാ? പി എ 6 സെന്റിമീറ്റർ ഇൻറ്റു പി ബി, പി ബി തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു പി സി 8 സെന്റിമീറ്റർ ഇൻറ്റു പി ഡി തന്നിട്ടില്ല. നമുക്ക് പി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പി ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 ഇൻറ്റു 4, ഈ 8 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ബൈ 8 വന്നു അല്ലെ. ഒന്നില്ലെങ്കിൽ ഇൻറ്റു ചെയ്യാം, 6 4 24 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എളുപ്പത്തിൽ കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്തോ, 2 പ്രാവശ്യം 4, 2 പ്രാവശ്യം ഇത് 2. സോ പി ഡി സിക്കൽ എത്ര കിട്ടി? 3 സെന്റിമീറ്റർ. പി ഡി എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത നമ്മൾ രണ്ടാമത്തെ തിയറി വെച്ച്, 2 തിയറി വെച്ചിട്ട് ഓരോന്നും ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തിയറി എല്ലാവർക്കും മനസ്സിലായില്ലേ? പി എ ഇൻറ്റു പി ബി സിക്കൽ ടു പി സി ഇൻറ്റു പി ഡി. ആദ്യം നിങ്ങൾ തിയറി എഴുതാം, എന്നിട്ട് തന്നിരിക്കുന്ന അളവുകൾ എടുത്ത് എഴുതിയാൽ അതിലേതെങ്കിലും ഒന്ന് കാണാൻ മറ്റേത് കൊണ്ടുവന്നാൽ മതി. ഇൻറ്റു ആയി, ഇൻറ്റു ഇവിടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അടുത്തൊരു ക്വസ്റ്റ്യൻ, സർക്കിൾ വരയ്ക്കാം. ഇതിന്റെ ഡയമീറ്റർ ആണ് കേട്ടോ. രണ്ടാമത്തെ നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ട് എല്ലാവർക്കും? ആ ഇക്വേഷനില് ഇവിടെയാണ് നമ്മുടെ സൈഡ്, ഇവിടെ എ, ഇത് പി, ഇത് ബി, എ ബി, പിന്നെ സി ഡി. ഇവിടെ ഏതാ ഇക്വേഷൻ വരാം? ഇതാണ് സെന്റർ. ഇവിടെ ഏതാ ഇക്വേഷൻ? ഡയമീറ്ററും ഇങ്ങനെ ഒരു ലൈനും വന്നു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ? പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാ നോക്കാം. എ പി തന്നിട്ടുണ്ട്, എ പി എത്ര തന്നിരിക്കുന്നത്? 20 ആണ് തന്നിരിക്കുന്നത്. ദെൻ പി ബി 4 എങ്കിൽ പി സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പി സി നമുക്ക് കിട്ടുന്നത് ആകെ 2 അളവാ തന്നേക്കണേ. നമുക്ക് എ പി തന്നിട്ടുണ്ട് എത്രയാണ്? 20. പി ബി ഇതാണ് 4 ആണ്. എളുപ്പമായിട്ട് കണ്ടുകൂടെ? എളുപ്പമായിട്ട് കണ്ടുപിടിച്ചൂടെ നമുക്ക്? എന്താണ് പി സി കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല ആദ്യം എഴുതാം. എന്താണ്? പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി സ്ക്വയർ ആണ്. അപ്പൊ പി എ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു പി ബി എത്രയാണ്? 4 ഇസിക്കൽ ടു പി സി സ്ക്വയർ ആണ് എന്ന്.
അപ്പോ 20 ഇൻറ്റു 4 എത്ര കിട്ടുന്നത്? 80 ആണ് അല്ലെ? 80 ആണ് പി സി സ്ക്വയർ. ദെൻ പി സി ഈസ് ഈക്വൽ ടു എന്താണ്? √80. അതിന് വേണമെങ്കിൽ എനിക്ക് ചെറുതാക്കി എഴുതാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന അളവ് വെച്ചിട്ട് അവിടെ എഴുതി വെക്കാം. കിട്ടിയില്ലേ? എളുപ്പമല്ലേ നിങ്ങൾക്ക്? അടുത്തത് ഈ പടം വരെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇത് തന്നെ വരച്ചിട്ട് നമുക്ക് ഇതിനെ ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ കണ്ട്, അത് ഈ ഫോർമുല വെച്ചിട്ടാണ് കേട്ടോ. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ ഫോർമുല വെച്ചിട്ട് ചോദ്യം എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Draw a square of area 6 centimeter. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്താ ഡ്രോ ദ ഏരിയ ഓഫ് 6 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ വെച്ചിട്ടുള്ള നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. ഏരിയ സ്ക്വയർ, ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ നമുക്ക് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ സ്ക്വയർ വരുന്നത്. എന്ന് പറഞ്ഞാൽ √6 ആയിരിക്കണം സൈഡ് അല്ലെ? ഒരു സ്ക്വയറിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ ഒരു സൈഡ് എന്തായിരിക്കണം? √6. അങ്ങനെയാണെങ്കിൽ √6 ഇൻറ്റു √6 6 വരുന്നത് അല്ലെ? അപ്പൊ നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ √6 വരയ്ക്കാൻ നോക്കാം. ഈ നമ്മുടെ ഫോർമുല ഇതാണ്. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. അത് നമ്മൾ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് 6 സെന്റിമീറ്റർ ആണ് ഒരു ചോദ്യം തന്നിരിക്കുന്നത് അല്ലെ? 6 സെന്റിമീറ്റർ സ്ക്വയറില് ചോദ്യം ഇംഗ്ലീഷ് പിള്ളേര് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കണം. അപ്പൊ ഈ 6 സെന്റിമീറ്റർ വരണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഇത് സർക്കിളിന്റെ ഉള്ളിൽ ഇത് വരണമെങ്കിൽ പി എ ഇൻറ്റു പി ബി പി സി സ്ക്വയർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ √6 വരണമെങ്കിൽ ഇവിടെ എന്താണ്? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ എത്ര വരണം? 6 വരണം. അപ്പൊ 6ന്റെ പ്രോഡക്ട്സ് ഏത് വേണമെങ്കിലും എഴുതാം. 6ന്റെ പ്രോഡക്ട്സ് ഒന്നില്ലെങ്കിൽ 6 ഇൻറ്റു 1 എഴുതാം. 6 ഇൻറ്റു 1. അതല്ലെങ്കിൽ നമുക്ക് എത്ര ചെയ്യാം? 3 ഇൻറ്റു 2 ചെയ്യാം. 6 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഇവിടെ 6ഉം 1 എടുത്താൽ ചെറിയതാവും, തീരെ ചെറുതാവും. എങ്ങനെ വരച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടത്? 3 ഇൻറ്റു 2 വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പടം കുറച്ചും കൂടി വലുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ എത്ര സെന്റിമീറ്റർ വരയ്ക്കണം? 3 ഇൻറ്റു 2 6. അപ്പൊ 6 സെന്റിമീറ്റർ അല്ല വരയ്ക്കേണ്ടത്, 3ഉം 2ഉം. അപ്പൊ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ രീതി പറഞ്ഞുതരാം. 6ഉം 1ഉം എടുക്കുക. അപ്പൊ 6 ഇൻറ്റു 1 6 വരും. ഇതല്ലെങ്കിൽ 3 ഇൻറ്റു 2 വരുമ്പോ 6 കിട്ടിയില്ലേ? എന്നിട്ട് നമ്മൾ ഈ വശത്തിന് എ ബി പേര് കൊടുക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് 6 സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മള് 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും, ദാറ്റ് മീൻസ് 3 + 2 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. എന്നിട്ട് 3ന്റെ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താട്ടോ. ഇവിടെ നിങ്ങളുടെ 3ഉം ഇവിടെ നിങ്ങളുടെ 2ഉം ആണ്. എന്നിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട്, എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ട്. എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കാം? ഇവിടുന്ന് കുത്താം, പകുതിയിലും കൂടുതൽ ഇങ്ങോട്ട് ആർക്ക് അതേ അളവ് ഇങ്ങോട്ട് വരച്ച് ഇതിനെന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ വരയ്ക്കണം വേണ്ടേ? എന്നിട്ട് ഇതിന് ഒരു സെമി സർക്കിൾ. അപ്പൊ നമുക്ക് സെന്റർ കിട്ടി. സെന്റർ കിട്ടാനാണ് നമ്മള് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കണത് കേട്ടോ. സെന്റർ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സെന്ററിൽ കുത്തിയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ അല്ലെങ്കിൽ മുഴുവൻ സർക്കിളും വരയ്ക്കാട്ടോ. നമുക്ക് മുൾവശം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി സർക്കിൾ ഫുള്ള് വരയ്ക്കാം, സർക്കിൾ ഫുള്ള് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നത്? ഈ പോയിന്റിന് നേരെ പെർപെൻഡിക്കുലർ ലൈൻ സ്കെയിൽ വെച്ചിട്ടല്ല വരയ്ക്കുക. ശരിക്ക് ഒന്നില്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കുക, അതല്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് അളക്കുക. 90 ഡിഗ്രി ശരിക്ക് വരച്ചാൽ ഈ അളവ് കിട്ടുന്നില്ലേ? ദിസ് ഈസ് √6. കാരണം എന്താ? നമ്മുടെ ഫോർമുല എന്താ? ഇതാണ് കൂട്ടിമുട്ടുക. ഇവിടെ ഇങ്ങനെ ഒരു ഞാൻ വരച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിമുട്ടുന്ന ബിന്ദു എ പി ഇൻറ്റു പി ബി 3 ഇൻറ്റു 2 ഇസ് ഇക്വൽ ടു അല്ലേ പി എ ഇൻറ്റു പി ബി ഇസ് ഇക്വൽ ടു പി സി സ്ക്വയർ ആണ്. അപ്പൊ പി എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ 2 ഇസ് ഇക്വൽ ടു എത്രയാണ് 3 ഇൻറ്റു 2 എത്രയാ 6 നമുക്ക് കിട്ടുന്നത്. 6 എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആണ്. then പി സി is equal to എത്ര കിട്ടി √6. അപ്പൊ ഈ വശം കിട്ടി നമുക്ക് എത്രയാണെന്ന് √6 കിട്ടി. എന്നിട്ട് ഈ √6 നമ്മൾ എന്ത് ചെയ്യണം √6 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കുക. ഈ അളവുണ്ടല്ലോ ഈ അളവ് ഇവിടേക്ക് വെക്കുക. അതെന്തായാലും കുറച്ച് പുറത്തേക്കും കാരണം ഇതിവിടെ 2 സെന്റിമീറ്റർ ആണ്. √6 എന്ന് പറയുമ്പോ √4 ആണ് 2. അപ്പൊ പുറത്തേക്ക് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാം. നിങ്ങൾ ഈ വര നമ്മൾ നീട്ടുക. എന്നിട്ട് ഈ അളവുണ്ടല്ലോ ഈ അളവ് ഇവിടേക്ക് ഇവിടെ വെക്കാം. അതേ അളവ് തന്നെ ഇവിടെ നിങ്ങളും ആക്കി വരച്ചാൽ ഇതെന്തായിരിക്കും നിങ്ങൾക്ക് ശരിക്കും ഒരു സ്ക്വയർ കിട്ടും. എന്നിട്ട് ഈ സ്ക്വയർ ഷെയ്ഡ് ചെയ്ത് വെക്കാം. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? സ്ക്വയർ വരയ്ക്കാനായിട്ട് നമുക്ക് 6 സെന്റിമീറ്റർ സ്ക്വയർ 6 സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സമചതുരം വരയ്ക്കാൻ. ഇതെല്ലാരും വരയ്ക്കണം കേട്ടോ. നമുക്കൊരു സമചതുരം വരയ്ക്കണം. അടുത്തത് നമുക്ക് ഇനി നമ്മുടെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് സെറ്റിലെ പ്രോബ്ലംസ് ആണ്. പേജ് നമ്പർ 67 കേട്ടോ. ആ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ.